സിബിനെ എനിക്ക് കുറേ കാലമായിട്ട് അറിയാം. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിനാണെങ്കിലും പല പ്രോജക്ട്സിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിബിൻ ശരിക്കും പറഞ്ഞ ലാൻഡ്സ്കേപ്പിംഗ് ആർക്കിടെക്ചറിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്ക ആൾക്കാരും ലാൻഡ്സ്കേപ്പിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ ആഫ്റ്റർ കോവിഡൊക്കെ നോക്കുകയാണെങ്കിൽ പലരും ടെറസ് ഗാർഡൻസ് ആയിട്ടും ചെറിയ സ്പേസിൽ പോലും ആളുകൾ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിനൊരു സുഖമാണ് ഇങ്ങനെ കുറേ ചെടികളൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ പക്ഷേ കുറേ പേര് കുറേ തെറ്റുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലർക്കും കറക്റ്റായിട്ട് അറിയില്ലായിരിക്കും. അപ്പോൾ കുറേ മിസ്റ്റേക്സും അവർ അതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറേ സംശയങ്ങളൊക്കെ ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് സിബിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമ്മുടെ ഒരു വ്യൂവേഴ്സിന് വേണ്ടി പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എൻ്റെ പേര് സിബിൻ എന്നാണ്. ഞാൻ ഗ്രീൻ വെൽം ലാൻഡ്സ്കേപ്പിൻ്റെ ആർക്കിടെക്റ്റ് ആണ്. ഞാൻ വളരെ ആക്സിഡൻ്റലി ആണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ +2 ഒരു അപ്രത്യക്ഷമായിട്ടൊരു വർക്ക് വന്നു, അങ്ങനെ ഇതിലേക്ക് എൻ്റർ ആയതാണ്. അപ്പോൾ തുടക്കകാലത്തൊക്കെ ആർട്ടിസ്റ്റ് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഭയങ്കര പാഷനായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഫാനായിട്ട് കണ്ട് പല ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് പ്രോജക്ട്സ് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഞാൻ ഹാപ്പിനെസ് ആയിട്ട് കാണുന്നത്. ലൈക്ക് മേ ബി ഞാനൊരു ആർക്കിടെക്ചർ ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും ആർക്കിടെക്ചറായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റിയതുമില്ല. അപ്പം നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ ഫീൽഡിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ മദറും ഫാദറും ഈ ഫീൽഡിലാണ്, ഏകദേശം 40 years ആയിട്ട് ഈ ഫീൽഡിലാണ്. പക്ഷെ അവർ ഫാദർ അബ്രോഡായിരുന്നു ലാൻഡ്സ്കേപ്പ് എഞ്ചിനീയറായിട്ട്, മദർ ഹോർട്ടിക്കൾച്ചറായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ +2 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവരെയും കൂടി കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്തുകൂടാ, അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ബാക്കപ്പ് ആയിരുന്നു. രണ്ടുപേരും ഈ ഫീൽഡുണ്ട്. അപ്പോൾ പണ്ടൊട്ട് ചെടികളെ കുറിച്ചും അതിൻ്റെ ഒരു ഹോർട്ടിക്കൾച്ചർ എക്സ്പെർട്സിനെ കുറിച്ചും നമുക്കൊരു ഐഡിയ ഉണ്ട് പ്രോപ്പറായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു പ്രൊഫഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ദൈവം സഹായിച്ച് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വിത്തിൻ 5 years. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും മേജർ സിറ്റീസിൽ, ഇന്ത്യയിലെ പല മേജർ സിറ്റീസിൽ നമുക്ക് പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷം. ലൈക്ക് നമ്മൾ പലപ്പോഴും ഇനീഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴൊക്കെ തോന്നുന്നത് ഇത് എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നല്ലൊരു മിഷനാണ്, നല്ലൊരു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മുടെ പാഷനും ഹാർഡ് വർക്കും വളരെ സ്ട്രോങ് ആണെങ്കിൽ ദൈവം എത്തിക്കും എന്നുള്ളൊരു തോട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു സിബിൻ എത്ര വർഷമായി ഈ ഒരു ഈ ലാൻഡ്സ്കേപ്പിംഗിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ +2 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 years ആയി ഞാൻ ഇപ്പോൾ അല്ലേ? അപ്പം ഇത് തന്നെയാണ് നമ്മുടെ പാഷൻ, അല്ലെങ്കിൽ ഇത് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്ലാൻ? കാരണം ഇതിൽ ഇറങ്ങിയപ്പോൾ കൂടുതൽ ഇതിനോട് ഭയങ്കര ഇഷ്ടമായി വന്നു. ലൈക്ക് ഇപ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ എങ്ങനെ ചെടി കമ്പോസ് ചെയ്യാം നമ്മുടെ ഒരു ഭാഗമായി മാറി. ഇപ്പോൾ ആർട്ടിസ്റ്റ് റിയാത്തിന്റെ വിഷമം ഇനീഷ്യലി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ നോക്കുമ്പോൾ അതിനേക്കാളും ഹാപ്പിയാണ്. കാരണം നമുക്ക് ഭയങ്കര ഫ്രീ ലൈസൻസ് ആയിട്ട് എല്ലാ നല്ല ആർട്ടിസ്റ്റ് ചെയ്ത പ്രോജക്റ്റുകളിൽ വന്ന് കാണാനും ഉള്ള ചാൻസാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു പോയിന്റും അതാണ്. അപ്പൊ എനിക്ക് ഈ പ്രൊഫഷൻ അതിനൊക്കെയുള്ള ചാൻസ് ഉറപ്പായിട്ടും തരുന്നുണ്ട്. സിബിനെ, ഇപ്പൊ നമ്മളൊരു ലാൻഡ്സ്കേപ്പിംഗ് ആർക്കിടെക്റ്റിനെ നമ്മുടെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ, ഇപ്പോൾ അതൊരു വീടാവാം, കൊമേഴ്ഷ്യൽ സ്പേസ് ആവാം, ഇപ്പോൾ ഫ്ലാറ്റ്സ് ആയിരിക്കാം, ഏതൊരു സ്റ്റേജിലാണ് നമ്മൾ നിങ്ങളെപ്പോലുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്? അതായത് ഇപ്പോൾ മൊത്തം പ്രോജക്റ്റ് കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വെരി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ നിങ്ങളെപ്പോലുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണോ? ഏതായിരിക്കും കുറേ കൂടെ നല്ലത്? നമുക്ക് ഇനീഷ്യൽ ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ്, ലാൻഡ്സ്കേപ്പ് പ്രൊഫഷണലിനെ എടുക്കുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും ഇനീഷ്യൽ പ്ലാനിങ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവിങ്ങും അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂറോപ്പ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അബ്രോഡ് കൺട്രീസിലൊക്കെ ഫസ്റ്റ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റിന്റെ പെർമിഷനോടെയാണ് ആർക്കിടെക്ട് ബിൽഡിംഗ് ചെയ്തു തുടങ്ങുന്നത്. ലാൻഡിനനുസരിച്ചാണ് ബിൽഡിംഗ് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് എപ്പോഴും ഇനീഷ്യലി ഇത് പ്ലാനിങ് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൗസ് വാമിന് 3 മാസം മുന്നേ ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കാം. അപ്പൊ ഉണ്ടാവുന്നൊരു ചെലവുണ്ട്. ലൈക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഭംഗി ആക്കാന്നുപരി ഒരുപാട് ഫങ്ഷണൽ ആസ്പെക്ട്സ് ഉണ്ട് ഇതിന്. അപ്പോൾ എപ്പോഴും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇപ്പോൾ എൻ്റെ ഇറിഗേഷൻ ലൈൻ ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ നേരത്തെ തന്നെ ഇത് പ്രീ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ സേവ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ചിലർ കോമൺ വാളിൽ ലൈറ്റിംഗ് എല്ലാം ചെയ്ത് കാണും. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ് വരുമ്പോഴായിരിക്കും കോമൺ വാൾ ലൈറ്റിംഗ് വേണ്ട എന്നുള്ള ഒരു ധാരണയാവുന്നത്. അപ്പോൾ എപ്പോഴും എക്സ്പെർട്ടൈസ് ആയ ആൾക്കാരെ ഇനീഷ്യലി തന്നെ ആർക്കിടെക്ട്സ് ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ് ആണെങ്കിലും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണെങ്കിലും എപ്പോഴും ഇനീഷ്യലി തന്നെ ഈ ഡിസൈൻസ് എല്ലാം ഫ്രീസ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാന്നുള്ളതാണ് ഏറ്റവും നല്ല പോയിന്റ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഇറിഗേഷൻ്റെ ഒക്കെ കുറേ പോയിന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ഇനീഷ്യലി ഈ ഒരു പ്ലാന്റെ കൂടെ തന്നെയൊക്കെ നമ്മൾ ചെയ്തു പോകണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അല്ല, ഇറിഗേഷൻ എപ്പോഴും നേരത്തെ പ്ലാനിങ്ങിന് മുന്നേ തന്നെയാണ് പൈപ്പ് ലൈൻസ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ പോയിന്റ് എവിടെ വേണം, അല്ലെങ്കിൽ ഒരു ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഇപ്പോൾ ടെറസ് ഗാർഡൻ ഒക്കെ ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് പൈപ്പിങ്സ് എല്ലാം കൺസീൽ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വിഷയം എന്ന് വെച്ചാൽ ഒരുപാട് പോയിന്റ് കഴിഞ്ഞിട്ടായിരിക്കും പറയാം നമുക്ക് ഇവിടെ ഇത് ചെയ്യാം. ഇപ്പോൾ പ്രോപ്പർ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് പൈപ്പ് ലൈൻസ് എല്ലാം വളരെ എക്സ്പോസ് ചെയ്ത് വെച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരത്തെ പ്ലാൻഡ് ആണ്, പ്രോപ്പർ ഡ്രോയിങ്സ് എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള മിസ്റ്റേക്സും എറേഴ്സ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ സിബിനെ, നമ്മളിപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിലൊരു ക്ലൈമറ്റ് വെച്ചിട്ട് ഏത് മന്ത്സ് ഒക്കെ ആയിരിക്കും നമുക്കിത് ചെയ്യാൻ ഏറ്റവും നല്ലത്, സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏത് മന്ത്സ് ഒക്കെ ആയിരിക്കും? മഴയ്ക്ക് മുന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് മഴ എന്ന് പറയാൻ പറ്റാത്തതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു മഴയ്ക്ക് മുന്നേ 2 or 1 month ഒക്കെ ബിഫോർ ആണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു എൻവയോൺമെന്റ് പ്ലാന്റ്സിന് കിട്ടും. റെയിനിങ്, നാച്ചുറൽ ആയിട്ടുള്ള റെയിനിങ്. അപ്പോൾ പ്ലാന്റ്സ് എല്ലാം വളരെ സ്ട്രോങ്, ലൈക്ക് വളരെ ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ നല്ലൊരു ടൈമിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ ടൈലിങ്ങോ അല്ലെങ്കിൽ ഹാർഡ്സ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മഴയുള്ള ടൈം നടക്കില്ല. അപ്പൊ ഇതിന് ഇന്ന മന്ത് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ലൈക്ക് ഏത് ടൈമിലും പല പല വർക്കും നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹാർഡ്സ്കേപ്പ് മഴയില്ലാത്ത ടൈമിൽ ചെയ്യാം, പ്ലാന്റ്സ് ചിലപ്പോൾ മഴയ്ക്ക് മുന്നേ 2 to 3 months മുന്നേ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഹോപ്പ്ഫുള്ളി ഏറ്റവും നല്ലത് മഴയ്ക്ക് മുന്നേ ചെയ്യുന്നതാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ ഒരു മന്ത്സ് ഒക്കെ അല്ലെ, മാർച്ച്, ഏപ്രിൽ, മെയ്, കാരണം ജൂൺ തൊട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മള് നല്ല മഴ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇടയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കരമായ മഴയില്ലല്ലോ. ഈ ഒരു ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ജൂൺ ആ ഒരു മഴയൊക്കെ നല്ല രീതിയിൽ ഇത് ഫ്ലറിഷ് ആവും അല്ലെ? ഒരു പൊട്ടൻഷ്യലും കൂടി ഉണ്ട്, പൊട്ടൻഷ്യൽ ഓഫ് ക്ലൈന്റ് ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ മന്ത് അല്ല വേണ്ടത്, ഹൗസ് വാമിങ് ഈ ടൈമിലൊക്കെ ആണെങ്കിൽ ഇഫ് അവർക്കൊരു പ്രോപ്പറായിട്ട് വാട്ടർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ആണ്. എപ്പോൾ തുടങ്ങിയാലും കുഴപ്പമില്ല, ഏത് മന്ത് ചെയ്താലും. നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ചെയ്യുന്ന ഒരു ക്ലയൻസിനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സജസ്റ്റ് ചെയ്യാൻ മഴയ്ക്ക് മുന്നേ. അപ്പോൾ അവർക്ക് അത്രയും ഹെഡ് ഏക്സ് അവിടെ കുറയും. അപ്പോൾ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ക്ലയന്റിന് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് പുള്ളി ചെയ്യാനുള്ളതാണ്. സിബിനെ, ഇപ്പൊ പല കസ്റ്റമേഴ്സ്, ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി ലക്ഷറി പ്രോപ്പർട്ടീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ നല്ലൊരു എമൗണ്ട് ദേ ആർ റെഡി ടു സ്പെൻഡ് ഫോർ ലാൻഡ്സ്കേപ്പിംഗ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞ കേരളത്തിലെ ട്രെൻഡിങ് ലാൻഡ്സ്കേപ്പ് ഡിസൈൻസ് ഇപ്പോൾ കുറേ മോഡൽ ഉണ്ടല്ലോ, എന്തോ ട്രോപ്പിക്കൽ, വാലി ഡിസൈൻസ്, അങ്ങനെ പലതും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ. ചില വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ അവരിങ്ങനെ പല പല ഡിസൈൻസിൻ്റെ ഒക്കെ പേര് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സിബിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏതാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്? എനിക്ക് ആ വേർഡിനോട് അത്രയും താല്പര്യമില്ലാത്ത കാര്യമാണ്. ട്രെൻഡ് എന്നുപരി ഒരു പ്രൊജക്റ്റ് നീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആ വീടിനെ കുറിച്ച് ഒരു വിഷൻ ചെയ്ത് അതാണ് ആ വീടിനെ സംബന്ധിച്ച ട്രെൻഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ട്രോപ്പിക്കൽസ് ബൂമിങ് ട്രെൻഡ്, പക്ഷെ ചില പ്രോജക്റ്റുകൾക്ക് ട്രോപ്പിക്കൽ ആയിരിക്കില്ല മാച്ച് ആവും, ഭംഗിയുണ്ടാവുക. അപ്പോൾ ഒരു പ്രൊജക്റ്റിന് എന്താണോ അത് നീഡ്, അല്ലെങ്കിൽ എന്താണോ അത് റിക്വയർ ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇപ്പോൾ വളരെ മിനിമലായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് വളരെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഓരോ പ്രൊജക്റ്റിനും ഓരോരോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കാണുന്നതാണ്, ലൈക്ക് ഒരു പഴയ തറവാട് വീടുകൾ വളരെ ട്രോപ്പിക്കലായിട്ട് ചെയ്തു. ഓഫ് കോഴ്സ് അങ്ങനത്തെ പ്രൊജക്റ്റുകൾക്ക് വളരെ മാച്ചിങ് ആണ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഓരോ രീതി അല്ലെങ്കിൽ ഓരോ സ്റ്റൈൽ ഓഫ് കാറ്റഗറീസ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഏതാ മാച്ച് ആവുന്നുള്ളത്. ഇത് ഏറ്റവും നല്ലതൊരു ആർക്കിടെക്റ്റ് എന്താണ് വിഷൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, അതായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റൈലിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ആ തീമിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ചെയ്യാന്നുള്ളതാണ് ഏതൊരു പ്രൊജക്റ്റിനും ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളെ അടുത്ത് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ റിയാലിറ്റി ആക്കി മാറ്റുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം എപ്പോഴും ഒരു സൈറ്റ് വന്ന് കാണും. സൈറ്റ് കണ്ടു കഴിഞ്ഞിട്ട് ക്ലയന്റ് മാത്രമായിട്ടല്ല, ഉറപ്പായിട്ടും ആർക്കിടെക്റ്റായിട്ടും കൂടി ഡിസ്കഷൻ നടക്കണം. കാരണം നമ്മളെക്കാളും കൂടുതൽ ആ വീടിനെ കുറിച്ച് സ്വപ്നം കാണുന്ന വ്യക്തിയാണ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മേ ബി ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ അനുസരിച്ച് ലാസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് ഇൻവോൾവ് ചെയ്യേണ്ടി വരുന്നത്.
ചില പ്രോജക്റ്റൊക്കെ 3 വർഷം കഴിഞ്ഞിട്ട് വീടുണ്ടാക്കുന്നുള്ളൂ. നമ്മളിപ്പോഴേ ലാൻഡ്സ്കേപ്പ് ചെയ്ത് തുടങ്ങി, ആൾക്കാർ തന്നെ തീരുമാനിച്ചിട്ട് പോലുമില്ല. അപ്പം അത്രയും എഡ്യൂക്കേറ്റഡ് ആയ ക്ലയൻസ് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അപ്രിഷിയേറ്റ് ദാറ്റ്. അപ്പോൾ എപ്പോഴും ഡിസ്കഷനിൽ ആർക്കിടെക്റ്റും ക്ലയൻറ്റും ഒരുമിച്ചിരുന്ന്, ഇപ്പം ഞങ്ങളാണെങ്കിലും ഒരുമിച്ചിരുന്ന് ഒരു ഡിസ്കഷൻ ചെയ്യുമ്പോൾ എന്താണ് അവർ വിഷൻ ചെയ്യുന്നതും, പിന്നെ ഉറപ്പായിട്ടും ക്ലയൻറ്റ് എന്താണ്, ക്ലയൻറ്റിൻ്റെ തോട്ട് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ക്ലയൻറ്റ് ജസ്റ്റ് ഒരു ഹൗസ് വാമിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ സ്പെൻഡ് ചെയ്യുന്നത്, ഓഫ് കോഴ്സ് അത് സജസ്റ്റബിൾ അല്ല. ഇതിനോട് ഓഫ് കോഴ്സ് ഒരു പാഷനും ഇൻട്രസ്റ്റും വേണം. നമ്മളൊരു പെറ്റ്സിനെയൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എത്ര എക്സ്റ്റെൻഡിലേക്ക് പോകാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ ഇരുന്ന് നമ്മൾ അവരുടെ തോട്ടെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ലൈക്ക് എന്താ നമ്മൾ ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യും. അത് പ്രിപ്പയർ ചെയ്ത് ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഭംഗിയാക്കാന്നുള്ള തോട്ടാണ് പലർക്കും. അതെ അതെ, വീടിന് അല്ലെങ്കിൽ ഫ്ലാറ്റിന് ഒരു ഭംഗി കിട്ടുക. ഓഫ് കോഴ്സ് ഇറ്റ്സ് നമുക്ക് തെർമൽ കംഫർട്ട്, ലൈക്ക് നമ്മുടെ ഒരു എൻവയോൺമെന്റ് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ടോട്ടൽ ഒരു ആംബിയൻസിനെ എല്ലാം ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ഷെയ്ഡിങ്, പ്രോപ്പറായിട്ട് ഷെയ്ഡിങ് നമുക്ക് ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് അഡ്വാൻറ്റേജ്, വേറെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തായിരിക്കും നമ്മുടെ പ്ലാനിങ് എപ്പോഴും ഉണ്ടാവുക. സൺഡേ ഓറിയന്റേഷൻ എവിടെ വരുന്നു, ബിൽഡിംഗ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോൺസെപ്റ്റ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞ് ക്ലയൻറ്റും ആർക്കിടെക്റ്റും എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, ലൈക്ക് ഓക്കെ ഇതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് വർക്കിലേക്ക് പോവുക ചെയ്യുക. അവർക്കൊരു പ്രൊപ്പോസൽ കൊടുത്തിട്ട് നമ്മൾ പിന്നെ അവരുടെ വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പല ആൾക്കാരും ഈ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് അധികം ഫണ്ട് മുടക്കാത്ത ഈ മെയിൻ്റനൻസിനെ പേടിച്ചിട്ടാണ് അല്ലേ. ഇപ്പം മിക്ക ആളുകളും വലിയ വീടുകളൊക്കെ ഇവിടെ ചെയ്തിടുന്നത് കൂടുതലും NRIs ഒക്കെ ആയിരിക്കും. അപ്പൊ അവരിവിടെ നാട്ടിലില്ല. അപ്പൊ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ലോ മെയിൻ്റനൻസിൽ എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, അതൊന്ന് പറയാമോ സലീം? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് മാം, എല്ലാം ഡിപ്പെൻഡ് ക്ലയൻസ് ആണ്. ലൈക്ക് എല്ലാം വന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലയൻസുകളുണ്ട്, ഇതിനെ പേടിച്ച് മറിക്കുന്ന ക്ലയൻസും ഉണ്ട്. ക്ലയൻറ്റ് എന്താണ്, ക്ലയൻറ്റിനോട് എത്രമാത്രം ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും, നേരത്തെ തന്നെ ക്ലാരിറ്റി മേടിച്ചെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞ് ലാൻഡ്സ്കേപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു പ്രൊജക്റ്റിൻ്റെ മെയിൻ്റെനൻസിനെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ എല്ലാവരും പറയും എനിക്ക് ഇത്ര ലോൺ ഏരിയ വേണം. ലോൺ ഏരിയ വരുമ്പോൾ ഉറപ്പായിട്ട് എല്ലാ മാസവും ട്രിമ്മിങ് വേണം. അപ്പോൾ എലമെൻറ്റ്സ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ലെസ് മെയിൻ്റെനൻസ് വേണമെന്ന് പറയാൻ നമ്മൾ കൂടുതലും ലെസ് മെയിൻ്റെനൻസ് ആയിട്ടുള്ള പ്ലാൻസുകളിലേക്ക് പോവും. ബാക്കി ഏരിയ ഹാർഡ്സ്കേപ്പിലേക്കും അല്ലെങ്കിൽ ഏറ്റവും മെയിൻ്റെനൻസ് കുറയ്ക്കാമെന്നുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ തിങ്ക് ചെയ്യും. പക്ഷേ ഓൾറെഡി അവർ ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടോ അല്ലെങ്കിൽ വേറെ ഒരുപാട് വർക്കുകൾ കണ്ടോ എനിക്ക് ലോൺ ഏരിയ വേണം, പക്ഷെ എനിക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ താല്പര്യമില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. ഒരു റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റിന് അത് ലീവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്കിപ്പോൾ ലോൺ ഏരിയ ഇല്ലെങ്കിലും ലാൻഡ്സ്കേപ്പിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ പറ്റും. എലമെന്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കത് ഈ കൺവെൻഷണൽ തോട്ട് അല്ലാതെ ഒരുപാട് രീതിയിൽ വർക്കുകളെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യൂസേജ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഏതൊക്കെ പ്ലാന്റ്സ്, ഇപ്പോൾ ഒരുപാട് ക്ലയൻസ് ഫ്ലവർ വേണം, എനിക്ക് ഇന്ന ഫ്ലവർ വേണം എന്ന് പറഞ്ഞു. ചില ഫ്ലവർ പ്ലാന്റ്സ് ഒക്കെ വളരെ ഹൈ മെയിൻ്റെനൻസ് ആയിരിക്കും. അപ്പോൾ മെയിൻ്റെനൻസ് കുറയുന്ന ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ്ലി ഇറിഗേഷൻ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ വാട്ടറിങ്ങാണ് പോകുന്നത്. ഇപ്പോൾ മരത്തിന് കൊടുക്കുന്ന അതേ വെള്ളമാണ് സാധാ ചെടികൾക്കും പോകുന്നത്. കാരണം എല്ലാം ടൈമിങ് പലതും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പർലി ചെയ്യുമ്പോൾ എപ്പോഴും വാട്ടർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എല്ലാ ചെടിക്കും എത്ര വെള്ളം വേണം, അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് ചെടി ചീഞ്ഞു പോവുക. ചില കേസുകളൊക്കെ ചീഞ്ഞു പോകുന്ന കേസുകളൊക്കെ അതൊക്കെ ഓവർ വാട്ടറിങ്ങിന്റെ പ്രശ്നമാണ്. ചിലത് സ്യൂട്ടബിൾ അല്ലാത്ത കണ്ടീഷനിൽ ചില പ്ലാന്റ്സുകൾ വെക്കും, അല്ലെങ്കിൽ അതൊരു ഭംഗി ബേസ് ചെയ്തിട്ട്. പിന്നെ ഹോർട്ടിക്കൾച്ചർ ആയിട്ട് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ ചെടി നമ്മളൊരു ബിൽഡിങ്ങിലൊരു സിവിൽ എഞ്ചിനീയർ, സ്ട്രക്ചർ എഞ്ചിനീയർ എന്താണോ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് പറയുന്ന പോലെ തന്നെ ലാൻഡ്സ്കേപ്പിൽ വലിയൊരു ഘടകമാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഓരോ ചെടിക്ക് ഓരോ പൊസിഷൻ ഉണ്ട്, ആ പൊസിഷനിൽ അത് പാടുള്ളൂ. അല്ലെങ്കിൽ ചില ചെടി വെക്കുമ്പോൾ പിന്നെ ഹൈറ്റിൽ വെക്കണം. അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലാനിങ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻ്റെനൻസ് കുറയ്ക്കാനുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പ്ലാന്റ്സുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഹാർഡ്സ്കേപ്പ് പ്രോപ്പർ ആക്കി പ്ലാന്റ്സുകളിലേക്ക് പോവുക. അപ്പോൾ അതിൽ വളരെ ലെസ് മെയിൻ്റെനൻസ് ആയിട്ട് എന്തായാലും ഒരു 6 months വരെ ഒരു മെയിൻ്റെനൻസ് മാൻഡറ്ററി ആണ്. കാരണം നമ്മളൊരു ചെടികൾ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷേപ്പിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് എത്താൻ ഒരു ടൈം വേണമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ഗൈഡ് ലൈൻസ് എപ്പോഴും വേണം.
ആഫ്റ്റർ ദാറ്റ് നമുക്ക് എല്ലാ മാസം എന്നുള്ളത് 3 മാസം 4 മാസം കൊണ്ട് മെയിൻ്റെനൻസിലേക്ക് കുറയ്ക്കാൻ പറ്റും. മെയിൻ്റെനൻസ് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മെയിൻ്റെനൻസിന്റെ ഗ്യാപ്പ് നമുക്ക് കൂട്ടാൻ പറ്റും നമ്മൾ പ്രോപ്പർ പ്ലാനിങ് ആണെങ്കിൽ. അങ്ങനെ നമുക്ക് ആക്ച്വലി ഇതിനോട് ഒരുപാട് ഹെഡേക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ പ്രോപ്പറായിട്ട് ഒരുപാട് എയിംസ് ചെയ്യുന്ന കമ്പനികളുണ്ട്, ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന കോൺട്രാക്ട്സ് തന്നെ അവർ എയിംസ് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും പോവാം. അപ്പൊ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് എയിംസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ആ കോസ്റ്റ് അവിടെ കുറയ്ക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ പല രീതികളിലും നമുക്ക് അതിന്റെ മെയിൻ്റെനൻസ് എന്നുള്ള പേടിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും. പിന്നെ ഉണ്ടല്ലോ സിബിനെ, ഇപ്പൊ നമ്മള് ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് ചെയ്യുന്ന കുറെ കോമൺ മിസ്റ്റേക്സ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ മിസ്റ്റേക്കായി തോന്നി, ബാക്കി മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പക്ഷെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലാൻഡിന്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാതെ മണ്ണിട്ട് പൊക്കാന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ലാൻഡിന്റെ ഒരു ക്യാരക്ടർ, ഒരു ഭൂപ്രകൃതി ഉണ്ട്, ഇതിനൊരു പ്രോപ്പറായിട്ടൊരു സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വീട് മണ്ണിട്ട് പൊക്കുമ്പോൾ അടുത്ത വീട്ടിലും ചിന്തിക്കും അവർ പൊക്കിയിട്ട് നമുക്കും പൊക്കാം. ഇങ്ങനെ എല്ലാ വീട്ടുകാരും കൂടി അതിന്റെ ലാൻഡ് ക്യാരക്ടർ കളഞ്ഞ് ലാൻഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലഡ് എല്ലാം ഇത് ഒരു വലിയ റീസൺ ആണ്. എന്തുകൊണ്ട് വെള്ളം വന്നു പോവാൻ സ്പേസ് ഇല്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതൊരു അതിന്റെ സ്ലോപ്പ് ബേസ് ചെയ്ത് തന്നെയാണ് എല്ലാവരും ആ വീട് കൺസ്ട്രക്ട് ചെയ്തെങ്കിൽ ഇത്രയും ഫ്ലഡ് ഇഷ്യൂസ് നമുക്ക് വരില്ലായിരുന്നു. ചെറിയ കാര്യമാണ്, എന്നാലും ഒരാൾ ചെയ്യുമ്പോൾ അത് എല്ലാവരും അതിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആർക്കിടെക്ട്സ് അതിനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് സോൾവ് ചെയ്ത് ആ ക്ലയന്റിനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ. അതായത് ആ ലാൻഡ് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ വീട് വളരെ എസെൻഷ്യൽ ഉള്ള ഏരിയയിൽ നമുക്കത് പൊക്കാന്ന് ചിന്തിക്കാം. പക്ഷെ നമ്മൾ ചില സൈറ്റൊക്കെ 1.5-2 മീറ്ററൊക്കെ മണ്ണിട്ട് പൊക്കിയ സൈറ്റുകൾ കണ്ടിട്ടുണ്ട്. അത്രയും മണ്ണിട്ട് പൊക്കാന്ന് പറയുമ്പോൾ സോയിൽ അവൈലബിലിറ്റി അത്രയും മണ്ണിട്ട് പൊക്കണം. ആ ലാൻഡിന്റെ മൊത്തത്തിൽ ആ നേച്ചർ ഇല്ലാതാക്കി കളയുന്നത്. അപ്പോൾ അത് എനിക്ക് ഇച്ചിരി ത്രെട്ടായിട്ടാണ് തോന്നുന്നത്. ഇനിയും അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് അത്രയും നല്ലതല്ല ഒരു ഫീലിംഗ് എനിക്ക് വരുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് വരുന്നില്ല. അപ്പോൾ അത് വെള്ളത്തിന് ഒഴുകി പോകാൻ പറ്റുന്നില്ല. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വീടിൽ നിന്ന് ഉണ്ടാവുന്നല്ലോ, പക്ഷെ എല്ലാവരും ചെയ്യുമ്പോൾ അത് നമ്മുടെ കാരണം പണ്ടത്തെക്കാളൊക്കെ ഒരുപാട് ഫ്ലഡ് കണ്ടീഷൻ ആയിപ്പോ ഇവിടെ. അത് ഒരു വലിയ റീസൺ തന്നെയാണ് ഇതിന്. ബാക്കി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെടി മാറ്റി വെച്ചോ അല്ലെങ്കിൽ പറ്റാത്ത ചെടി വെച്ചോ ഒക്കെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യം. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇതിനൊക്കെ ഒരു പ്രോപ്പറായിട്ടൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എല്ലാവരും വീട് വെക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ നല്ലൊരു ഇതിന് വേണ്ടി ചെയ്തേ പറ്റൂ പ്രോപ്പറായിട്ട്. അതുപോലെ ഉണ്ടല്ലോ സിബിൻ, ഞാനിപ്പോൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വേർഡാണ് എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. അതെന്താണ് ഈ എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്? ഭയങ്കര നല്ലൊരു കാര്യമാണ്. ലൈക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലായ കാര്യമാണ്. നമുക്ക് ഭംഗി എന്ന് പറയുന്നതിന് ഒരു ടൈം ലൈൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എന്നും നല്ല ലാൻഡ്സ്കേപ്പ് നല്ല വീട് ഒരു 6 മാസം 8 മാസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സർപ്രൈസ് എലമെന്റ് പോകും. വലിയ സത്യമാണ്. അപ്പൊ നമുക്കത് ഏതെങ്കിലും ബന്ധുക്കാർ വന്ന് നല്ല വീടെന്ന് പറയുമ്പോഴാണ് നമ്മൾ വീടൊരു കിട്ടുന്നത്. അപ്പൊ അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ സംതിങ് ഭംഗിയിനുപരി സംതിങ് ഫങ്ഷണൽ നമുക്ക് അതിൽ നിന്ന് ഈൽഡ് കിട്ടുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പ്രോപ്പറായിട്ട് നമുക്ക് എന്താ പറയുക ഫ്രൂട്ട്സോ എന്തെങ്കിലും കിട്ടുന്നു. അത് ആക്ച്വലി നമ്മളെ വീണ്ടും അതിൻ്റെ ഒരു ഹാപ്പിനെസ് നിലനിർത്തും. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഭംഗിക്കുപരി പ്ലാന്റ്സുകളുടെ ഒപ്പം കോമ്പിനേഷൻ ആയിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സോ അല്ലെങ്കിൽ എഡിബിൾ ആയിട്ടുള്ള പച്ചക്കറിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കോമ്പിനേഷൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത്ര കാലം കഴിയുമ്പോൾ നമുക്ക് അതിന് ഈൽഡ് കിട്ടുമ്പോൾ അത് ഹാപ്പിനെസ് ആണ് ക്ലയൻസുകൾക്ക്. മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ക്ലയൻസിന് വരും. മറ്റത് ആ ഭംഗിയുടെ ഒരു ആ തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും ആയിക്കോട്ടെ എന്ന് ചിന്താഗതി, പിന്നെ അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത. അതെ. അപ്പോൾ എഡിബിൾ ലാൻഡ്സ്കേപ്പിന് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ആ ഇനി ലാൻഡ് ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭംഗിക്കുപരി അതൊരു ഫങ്ഷണലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, സംതിങ് അത് ഈൽഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ നമുക്കത് ഭയങ്കര നല്ല ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കൂടുതൽ കസ്റ്റമേഴ്സ് ഈ എഡിബിൾ ലാൻഡ്സ്കേപ്പിങ്ങിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആ കൺവെൻഷണൽ മെത്തേഡ് തന്നെയാണോ കൂടുതലും ഫോളോ ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് സ്റ്റഡീഡ് ആയിട്ടുള്ള ക്ലയൻസ് എപ്പോഴും അത് ആർക്കിടെക്റ്റിനെ ലീവ് ചെയ്യാന്നുള്ള ചെയ്യാം. നിങ്ങൾ എന്താണ് പറയുന്നത് അത് ചെയ്യാം. ഓക്കെ, അത് മോശമായിട്ടും കാണുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ക്ലയൻസ് ഞാൻ പലപ്പോഴും കണ്ട ഒരു കാര്യമാണ്. അവര് റെസ്പെക്ട് ദ പ്രൊഫഷൻ. അവര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി, ആർക്കിടെക്റ്റും രണ്ടുപേർക്കും നല്ല ഐഡിയ ഉണ്ടായിരിക്കും.
അവർ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതാണ് നീഡ് എന്നുള്ളൊരു അവർക്കൊരു പോയിന്റ് കിട്ടും. ഇതിനെക്കുറിച്ച് അധികം നോളജ് ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ മതി എന്നുള്ളൊരു സ്റ്റിക്കായിട്ടുള്ളൊരു പോയിന്റിൽ നിൽക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ആവുന്നപ്പോൾ ക്ലയൻസ് ഉറപ്പായിട്ട് എഡ്യൂക്കേറ്റ് ആവുക എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളെ കുറിച്ച് വീട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഡ്യൂക്കേറ്റ് ആയിരിക്കുക പല കാര്യങ്ങളെ കുറിച്ച്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ക്ലയൻസ് വളരെ എഡ്യൂക്കേറ്റഡ് ആണ് അല്ലേ? ആർക്കിടെക്ട്സിന് വരെ വലിയ ഐഡിയാസ് ആയിട്ട് വരുന്ന ക്ലയൻസ് ആൾക്കാരുണ്ട്. കാരണം ഇപ്പൊ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം, ChatGPT, AI, ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഏരിയ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അവര് വളരെ ഇതായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് അല്ലേ? ഈ അവയർനെസ് ഇല്ല എന്നുള്ള ഒരു വലിയ ആർക്കിടെക്ചറെ കുറിച്ച് ഒരുപാട് പഠിച്ചു തുടങ്ങി ക്ലയൻസ്. ലൈക്ക് ലാൻഡ്സ്കേപ്പിനെ സംബന്ധിച്ച് ഇനിയും ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചൊരു അവയർനെസ് കിട്ടാൻ. അപ്പോൾ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും കൺവെൻഷനിൽ പോകുന്ന വർക്കുകളുണ്ട്. അതായത് ഭംഗിക്ക് മാത്രം ഇമ്പോർട്ടൻസ് ലൈക്ക് അതിന്റെ ഒരു സോൾ എന്താന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത ഉണ്ട് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ അവെയർ ആവുക. ആർക്കിടെക്ചർ ഇത്രയും ഭൂമായി ഇത്രയും ലൈക്ക് നല്ലൊരു സ്റ്റേജ് ഒരുപാട് ക്ലയൻസിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലായി തുടങ്ങി. അതുപോലെ ഉറപ്പായിട്ടും ഈ ഫീൽഡും എത്തും, ആ ഒരു പോയിന്റിലേക്ക് എത്തും. അപ്പോൾ അവയർനെസ് ആയി വരുമ്പോഴേ നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് ക്ലയൻസ് തന്നെ അറിഞ്ഞ് അതിലേക്ക് ഫോക്കസ് ചെയ്യുള്ളൂ. പിന്നെ ആസ് എ കൺസൾട്ടന്റ് നമുക്ക് പറയാം എന്നേ ഉള്ളൂ. നമുക്ക് പറയും ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഉറപ്പായിട്ടും. പക്ഷെ അവരുടെ വീടാണ്, അവരുടേതായ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലൈക്ക് എനിക്കത് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പല കാര്യങ്ങളെ. അവരുടെ ആഗ്രഹം കൂടി മനസ്സിലാക്കി നമ്മുടെയും ആ ക്രിയേറ്റിവിറ്റി എങ്ങനെ ഉൾക്കൊള്ളിക്കാന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞ വീടിന്റെ ഉള്ളിലെ ഹീറ്റ് കുറയ്ക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും. ലൈക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ കോയമ്പത്തൂർ, തിരുപ്പൂര്, എന്നിട്ട് നമ്മൾ വാങ്ങി ഹോട്ടാണല്ലോ അവിടെ. അതെ. അപ്പോൾ അവിടുത്തെ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയയിൽ പോവാം. തിരുപ്പൂരിലൊക്കെ റെസിഡൻഷ്യൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് ഈക്വൽ ടു കേരളത്തിന്റെ ക്ലൈമറ്റ് ആയിട്ട് ഈക്വൽ ആവുന്ന ചില ഏരിയാസ് കാണാൻ പറ്റും. മെയിൻ റീസൺ മരങ്ങൾ അത്രേ ഉള്ളതുകൊണ്ടാണ്. വളരെ ഡെൻസ് ആയിട്ടുള്ള മരങ്ങളുള്ള റെസിഡൻഷ്യൽ ഏരിയ പോകുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഭയങ്കരമായിട്ട് തെർമൽ കംഫോർട്ട് തന്നെ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വീട് കാണുമ്പോൾ വീടിൻ്റെ ഏത് ഭാഗത്താണ് കൂടുതൽ ചൂട് ഹിറ്റ് ചെയ്യുന്നത്, സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ബേസ് ചെയ്ത് നമുക്ക് മരങ്ങളെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന AC അല്ലെങ്കിൽ ഫാനിൻ്റെ യൂസേജ് കുറയ്ക്കാം. ലൈക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില വീടുകളിലൊക്കെ നമ്മൾ ഈ പഴയ വീടുകളിലൊക്കെ തറവാടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ലൈക്ക് ഇപ്പൊ ഈ ചുറ്റും ഇങ്ങനെ മരങ്ങളായിരിക്കും, ഫ്രൂട്ട് ട്രീസ് അല്ലെ, മാവ്, അങ്ങനെ കുറേ മരങ്ങൾ ഇവർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പുറത്തെ ആ ഒരു ടെമ്പറേച്ചറും ഈവൻ നമ്മൾ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തെ ടെമ്പറേച്ചറും തമ്മിൽ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. അതുപോലെ ചില ഹോട്ടലുകൾ അവർ ഈ പറഞ്ഞ മാതിരി സ്റ്റാർട്ടിങ് തന്നെ ഇത്ര ഈ പ്ലാന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അത് സയന്റിഫിക്കലി കറക്റ്റ് ആണ് അല്ലെ, ആ ചെടികൾ അത്രയും വെക്കുന്നത്. ലൈക്ക് അത് പറഞ്ഞ ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ, ബാംഗ്ലൂർ ഓൾറെഡി വെരി ഗുഡ് ക്ലൈമറ്റ് ആണ്. വലിയ എക്സാമ്പിളാണ് തമിഴ്നാട്. അങ്ങനത്തെ റെസിഡൻഷ്യൽ ഏരിയ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ശരിക്കും പറഞ്ഞ ബാംഗ്ലൂർ പറഞ്ഞപ്പോൾ ബാംഗ്ലൂർ നമ്മൾ വളരെ ചെറുപ്പത്തിലൊക്കെ ബാംഗ്ലൂർ പോകുന്ന ഒരു ക്ലൈമറ്റ് ഇപ്പൊ ബാംഗ്ലൂർ ഇല്ല. കാരണം അത്രയും ചെടികൾ മരങ്ങളൊക്കെ പല ഏരിയാസിലും അവർ മാറ്റിയിട്ട് ഫുൾ റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആക്കി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റിന് അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം പണ്ട് ബാംഗ്ലൂരൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഫുൾ മരങ്ങളാണ്, ഭയങ്കര കിടിലൻ ക്ലൈമറ്റ് ആണ്. ആ ഒരു ഇത് നമുക്കില്ല. ഇപ്പൊ നമ്മൾ ഏകദേശം കേരളത്തിന്റെ ഒക്കെ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. മാർച്ച് ഏപ്രിലൊക്കെ നമ്മൾ പോകുമ്പോൾ അത്ര ഹ്യൂമിഡിറ്റി ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ ക്ലൈമറ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഈ മരങ്ങൾ ഇത്രയും കളയുന്നോണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ എക്സാമ്പിളിൽ നിന്നൊക്കെ നമ്മളും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളും ഒരു പബ്ലിക് പ്രൊജക്ട്സ് ചെയ്യുകയാണെങ്കിലും വീട് ചെയ്യുകയാണെങ്കിലും മരങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഷെയ്ഡിങ് സിസ്റ്റം, കാരണം ഇതിപ്പോഴായിരിക്കില്ല അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത്. 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു ആംബിയൻസ് കിട്ടാൻ പോകുന്നത്. ഉറപ്പായിട്ടും നമ്മളും പബ്ലിക് പ്രൊജക്ട്സിലൊക്കെ മാക്സിമം ലാൻഡ്സ്കേപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യണം. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പം ലാൻഡ് ഉള്ളവരുടെ കാര്യമൊക്കെ ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അവർക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ ബാൽക്കണിയിൽ ഗാർഡൻ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നവര്, അതിലും അവർ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ലൈക്ക് വെറുതെ ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് ഉള്ളിൽ വെക്കുന്നതാണോ അല്ലെങ്കിൽ അതിലിങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ലൈക്ക് ടെറസ് ഗാർഡൻ ഭയങ്കര ബൂമിങ് ആണ്. ലൈക്ക് ഉറപ്പായിട്ടും ഇനി ലാൻഡ് ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും അപ്പാർട്ട്മെന്റും ഫ്ലാറ്റുകളിലേക്കൊക്കെ മാറും. അപ്പം അങ്ങനെ മാറുമ്പോൾ അവിടെയും ലാൻഡ്സ്കേപ്പിന്റെ പ്രൊവിഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ വളരെ നമുക്ക് ലാൻഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ്, അത്രയും ലിമിറ്റേഷൻസ് ഇല്ല, കുറവാണ്. ടെറസിൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വെള്ളം ഡ്രൈൻ ചെയ്ത് പോകണം,
സെലക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വെള്ളം പ്രോപ്പർ ഡ്രൈൻ ചെയ്യാനുള്ള സൊല്യൂഷൻ അവിടെ ഇല്ലെങ്കിൽ ഇത് ഫെയിലിയർ ആണ് ടെറസ് ഗാർഡൻ. മാത്രമല്ല നമുക്ക് വെള്ളം കൂടുതൽ ഒഴിക്കാനും പാടില്ല, കുറവ് ഒഴിക്കാനും പാടില്ല. ഒരു കൺട്രോൾഡ് മീഡിയം ഉണ്ട്, കൺട്രോൾഡ് ഒരു സ്കെയിലുണ്ട് വാട്ടറിങ്ങിന്. അപ്പോൾ ഇറിഗേഷൻ ചെയ്യുമ്പോഴും പ്രോപ്പർ വാട്ടർ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് തന്നെ വാട്ടർ ഒഴിക്കാനേ പാടുള്ളൂ. അപ്പോൾ ഈ പല കാര്യങ്ങളും വളരെ നീറ്റാണെങ്കിൽ ടെറസ് ഗാർഡൻ വളരെ സക്സസ് ആയിട്ട് പോവുക. നമുക്കൊരു ഹെഡേക്ക് ആയി മാറാൻ പാടില്ല പിന്നീട്. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലോ? ഇൻഡോർ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് കാണുന്നൊരു ഏരിയ ആണ് ഇൻഡോർ പ്ലാന്റ്സ്. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ കൊള്ളാം, 6-8 മാസം കഴിയുമ്പോൾ ചെടി അവിടെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് സ്ഥലത്തും കേട്ടു. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സിന്റെ വെളിച്ചം മാത്രമല്ല വേണ്ടത്. ഇപ്പോൾ ഇൻഡോർ കോർട്ട്യാർഡ്സ് വലിയൊരു പോയിന്റ് ആണ്. ഞാൻ എപ്പോഴും ക്ലയൻസിനോട് സജസ്റ്റ് ചെയ്യുന്ന ഇൻഡോർ കോർട്ട്യാർഡ്സ് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം പുറത്തെ സ്പേസ് എത്രമാത്രം യൂസ് ചെയ്യും എന്നുള്ളതിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇൻഡോർ കോർട്ട്യാർഡ് ഉറപ്പായിട്ടും വെരി ഗുഡ് അസറ്റ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് സയന്റിഫിക്കലി അല്ല പലപ്പോഴും കാണാറുള്ളത്. എല്ലാവരും ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ട വെളിച്ചം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ വെളിച്ചം മാത്രമല്ല വേണ്ടത്, അതിന് പ്രോപ്പറായിട്ടുള്ള എയർ വെന്റിലേഷൻ, നാച്ചുറൽ ആയിട്ടുള്ള എയർ വെന്റിലേഷനും വേണം. ഇപ്പോൾ ഇപ്പോഴത്തെ പല പ്രീമിയം വീടുകളും എല്ലാം AC വെന്റിലേറ്ററാണ്, AC ബേസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ AC സസ്റ്റെയിൻ ചെയ്യാൻ വളരെ കുറച്ച് പ്ലാന്റ്സുകളേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 2 ആഴ്ച ഒരു മാസം കൂടുമ്പോൾ ചെടികളെല്ലാം പുറത്ത് വെച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവയ്ക്കണം. ഇപ്പൊ തിരക്കുള്ള ക്ലയൻസ് ആകുമ്പോൾ ഇതിനൊന്നും ടൈം ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ എയർ വെന്റിലേഷൻ കൃത്യമായിട്ട് വേണം ചെടികൾക്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം സെലക്ഷൻ ഓഫ് പ്ലാന്റ്സ്, ഏതൊക്കെ പ്ലാന്റ്സ് എവിടെയൊക്കെ യോജിക്കുന്നു, അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ കാണുന്ന സോയിലിനെ ട്രീറ്റ് ചെയ്യാതെയാണ് പ്ലാന്റ്സ് ചെയ്യുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ചെയ്യുമ്പോൾ എപ്പോഴും സോയിൽ വളരെ എയറേറ്റഡ് ആയിരിക്കണം. നമ്മൾ സാധാരണ ഒരു മണ്ണിൽ അല്ല ഇൻഡോർ പ്ലാന്റ്സ് വെക്കേണ്ടത്. നമ്മൾ ആക്ച്വലി അതിനെ വെള്ളം തങ്ങിങ്ങാത്ത കണ്ടീഷനിൽ നമ്മൾ സോയിലിനെ മാറ്റി ഡ്രൈൻസിലും ജിയോ ഷീറ്റ്സ് ഒക്കെ പറഞ്ഞ ഫിൽട്രേഷൻ ഷീറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം തങ്ങി നിൽക്കാത്ത കണ്ടീഷനിലേക്ക് നമ്മൾ സോയിലിനെ പ്രിപ്പയർ ചെയ്യണം. അതിനൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് എയറേറ്റഡ് ആക്കുക, ലൂസൺ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പ്രോപ്പർലി ചെയ്യുമ്പോഴാണ് ഇൻഡോർ പ്ലാന്റ്സ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉറപ്പായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു 6 മാസം 1 വർഷമൊക്കെ കൂടുമ്പോൾ ഈ പ്ലാന്റ്സിന്റെ ഇല കൊഴിയും, ഇതിന്റെ ഷൈൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതി പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പല പ്രോജക്ട്സിൽ പോകുമ്പോൾ ചില പ്രോജക്ട്സിലൊക്കെ ഭയങ്കരമായിട്ട് ലാൻഡ്സ്കേപ്പിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രോജക്ട്സ് ഉണ്ട്. ആ ലാൻഡ്സ്കേപ്പിംഗ് കാരണം നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന പ്രോജക്ട്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു തീം തന്നെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ആയിരിക്കും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും അത് വേണ്ട, ഇപ്പം പാമ്പ് വരും, അല്ലെങ്കിൽ കൊതുകിന്റെ ഭയങ്കര ശല്യം ഉണ്ടാവും, പിന്നെ കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക? ഒന്നാമത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലായത് നമ്മുടെ ചുറ്റുപാട് നീറ്റ് ആണെങ്കിൽ ഇതൊന്നും പേടിക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇനി അതിനപ്പുറം ഇതിൽ കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്ക് ആക്ച്വലി സ്നേക്ക് റിപ്പലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, മോസ്കിറ്റോ റിപ്പലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. ഇതൊക്കെ ഡിസൈനിൻ്റെ പാർട്ടായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു 100% ഇത് കുറയ്ക്കുന്നല്ല, ഒരു 20 to 30% റിഡ്യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പേടിയെ. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് സോളാർ ഡിവൈസസ് ഉണ്ട്, സ്നേക്ക് റിപ്പലൻ്റ് ആയിട്ടുള്ള സോളാർ ഡിവൈസസ് ഉണ്ട്. അത് ഈക്വൽ ഡിസ്റ്റൻസിൽ പിൻ ചെയ്ത് വെക്കുക, പ്രോപ്പറായിട്ട് സൺലൈറ്റ് കിട്ടുന്ന പൊസിഷനിൽ പിൻ ചെയ്ത് വെക്കുക. ഇതിന്റെ സൗണ്ട് ആക്ച്വലി സ്നേക്സിന് ഇറിറ്റേഷനാണ്. ലൈക്ക് ഇത് സ്നേക്സ് വരാതിരിക്കാൻ തടയും. അപ്പൊ ഇങ്ങനെയും കുറച്ച് സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഇമ്പോർട്ടന്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, വെള്ളം മെയിൻറ്റെയിനും പ്ലാനിങ് ഓൾസോ. ലൈക്ക് വെള്ളം കെട്ടി നിൽക്കാത്ത കണ്ടീഷൻ, പ്രോപ്പറായിട്ട് വെള്ളം ഒഴുകി പോകുന്നു, എവിടെയും വെള്ളം അടിഞ്ഞു നിൽക്കാത്ത കണ്ടീഷൻ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ലാൻഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇപ്പൊ പ്ലാന്റ്സ് ചെയ്യുകയാണെങ്കിലും നമ്മൾ വാക്കിങ്ങിനുള്ള ഏരിയ സെപ്പറേറ്റ്, പ്ലാന്റ്സിനുള്ള ഏരിയ സെപ്പറേറ്റ്, അതിനെ ഒരു വിസിബിലിറ്റി നീറ്റാക്കുകയാണെങ്കിൽ പാമ്പ് വരുന്ന ആ ടെൻഷൻസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പ്ലാനിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇതിനെ ഇതിന് പേടിയെ മാറ്റാൻ. ഇപ്പൊ പാമ്പ് വരാനുള്ളതാണ് വന്നിരിക്കുന്നത്, അത് വേറെ പോയിന്റ്. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെ കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്, ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിബിനെ, നമ്മൾ ഇപ്പം കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് ഈ ചെറിയ സ്ഥലത്ത്
ഇങ്ങനെ കാട് പോലെ ഉണ്ടാക്കുന്ന മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അത് സിബിൻ ആക്ച്വലി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ ശരിക്കും മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത്? മിയാവാക്കി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മരങ്ങളെ വിത്തിൻ സ്പേസിൽ പിൻ ചെയ്ത് കഴിഞ്ഞ് അത് കുറച്ച് റൂട്ട് കോമ്പറ്റീഷൻ ആവും. എല്ലാ ചെടികളും വളരുമ്പോൾ റൂട്ട് കോമ്പറ്റീഷൻ ആകുമ്പോൾ സർവൈവൽ ഓഫ് ഫിറ്റ്നസ് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും പെട്ടെന്ന് എല്ലാവരും കൂടി വളരും. ഓക്കെ. ലൈക്ക് അങ്ങനെ ഒരു നല്ലൊരു കോൺസെപ്റ്റാണത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ കുറേയും കൂടി ഫങ്ഷണൽ ആയിട്ടൊരു കോൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഓഫ്കോഴ്സ് സൗണ്ടിനെ റെഡ്യൂസ് ചെയ്യും, പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യും, നല്ലൊരു ടെർമൽ കംഫർട്ടാണ്, എല്ലാം ഉണ്ട്. അപ്പം അതിനെ ഫങ്ഷണലി ഇപ്പോൾ എഡിബിളും കൂടിയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ മിയാവാക്കി എന്നുള്ള കോൺസെപ്റ്റ് കുറച്ചും കൂടി ഒരുപാട് പേര് അഡോപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലർ ക്ലയൻസ് പറയും മിയാവാക്കി അതിൻ്റെ ആ തെർമൽ കംഫർട്ട് ഭയങ്കര ഹാപ്പിനെസ് ആണ്, പക്ഷെ അതൊരു കാട് പോലെ ഇരിക്കുമ്പോൾ അവർക്ക് ചില ക്ലയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് എങ്ങനെ അസ്തെറ്റിക്കലും കൂടി പ്ലേസ് ചെയ്യാന്നുള്ളൊരു തോട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ട്രോപ്പിക്കൽ പ്ലാന്റ്സിന്റെ ഒപ്പം തന്നെ വളരെ കോമ്പിനേഷൻ ചെയ്ത ഒരു സ്പേസ് അതിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ലാൻഡ്സ്കേപ്പിന് ബ്യൂട്ടിഫുൾ ആക്കിയെടുക്കാൻ മിയാവാക്കിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. മിയാവാക്കി മെത്തേഡ് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മിയാവാക്കി എന്നുള്ള തോട്ടിനെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ മിയാവാക്കി എന്ന് പറയുന്നത് വളരെ ലൈക്ക് ഡെൻസായിട്ട് ആക്കാന്നുള്ളതാണ്. അതിനെ കുറച്ചും കൂടി ഫങ്ഷണൽ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഇത് യൂസ് ഇല്ല എന്നല്ല, പക്ഷെ കുറേയും കൂടി അതിനെ ഇപ്പം സിബി പറഞ്ഞ പോലെ ഈ ഫ്രൂട്ട്സ് അല്ലെ, ഫ്രൂട്ട് പ്ലാന്റ്സ് അങ്ങനെയൊക്കെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ മാം വലിയൊരു ലിമിറ്റേഷൻ ഉള്ളത് ഫ്രൂട്ട്സിനൊക്കെ പ്രോപ്പർ ലൈറ്റ് വേണം, എന്നാലേ ഇത് ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ മിയാവാക്കി ചെയ്യുമ്പോൾ അത്രയും ലൈറ്റ് അവിടെ കുറയാ ചെയ്യുന്നത്. അപ്പൊ അതിലാകെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റിലും ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ഫ്രൂട്ട്സുകൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസിൽ എങ്ങനെയാ അത് ഇപ്പൊ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പഠനത്തിലാണ് ഇതൊക്കെ എല്ലാവരും ലൈക്ക് ഒരുപാട് വരേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിന് ഏറ്റവും നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഇന്നോവേഷൻ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കുറെ പേര് ഇതിപ്പോ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈവൻ പ്രോജക്ട്സിലൊക്കെ ആണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ പ്രോജക്ട്സ് പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും കണക്റ്റഡ് ടു പ്രോജക്റ്റുകളാണല്ലോ, അതാണ് എപ്പോഴും പ്രോജക്ട്സ് എന്നുള്ള ടേംസ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പല പ്രോജക്ട്സിലും നമ്മൾ ചെയ്യുന്ന പല പ്രോജക്ട്സിലും അവർ മിയാവാക്കി കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കസ്റ്റമേഴ്സിനും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം കേട്ടോ. ഇപ്പൊ നമ്മളിതിങ്ങനെ പറയുമ്പോൾ തന്നെ അവർ പറയും നമ്മളത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അവരിത് റെഫർ ചെയ്ത് നല്ലൊരു കോൺസെപ്റ്റ് ആണത്. കുറേ കൂടെ വൈഡായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലൊരു ബെറ്റർ കോൺസെപ്റ്റ് ആണ് അല്ലേ. പിന്നെ സിബിനെ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ചിലതിൽ നല്ല രീതിയിൽ ബട്ടർഫ്ലൈസ് ഒക്കെ വന്നിരിക്കണ കാണാറുണ്ട്, ചിലതിൽ ആ ഒരു ഗാർഡന്റെ പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ, അങ്ങനെ ബട്ടർഫ്ലൈസിനെ കാണാറില്ല. അപ്പൊ അത് ശരിക്കും എങ്ങനെയാണ് നമുക്കത് എഫിഷ്യന്റ്ലി നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റാതെ? തെറ്റായ തോട്ടാണ് ബട്ടർഫ്ലൈനെ അട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ് വെച്ചാൽ ബട്ടർഫ്ലൈ വരും എന്നുള്ളത്. ഉറപ്പായിട്ടും വരും, പക്ഷെ അതിനെ സസ്റ്റെയിൻ ചെയ്ത് അതിന്റെ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഒരു ബട്ടർഫ്ലൈ വളരേണ്ട സ്റ്റേജസ് പോലെ തന്നെ ഇതിന്റെ പ്ലാനിങ്ങിന് ഓരോ സ്റ്റേജസ് ഉണ്ട്. ബട്ടർഫ്ലൈന് ഫീഡ് ചെയ്യാൻ ഒരിടം, അതിന് ഒളിക്കാൻ ഒരിടം, അതിന് അടുത്ത എഗ് ഇടാൻ ലൈക്ക് ഒരിടം, വെള്ളം കുടിക്കാൻ ഒരിടം. അപ്പൊ ഇതിനൊരു സൈക്കിൾ ഉണ്ട് പ്രോപ്പറായിട്ട്. അപ്പൊ ഈ സൈക്കിൾ അനുസരിച്ച് ലാൻഡ്സ്കേപ്പ് വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്ലാൻ ചെയ്താൽ ഈ ബട്ടർഫ്ലൈ എന്നും ഉണ്ടാവുള്ളൂ. ബട്ടർഫ്ലൈ ഒരു ഫ്ലവറിംഗ് ട്രീ നിന്ന് അതിന്റെ വേണ്ട ഇത് എടുത്തു കഴിഞ്ഞാൽ അത് പോകും. അപ്പൊ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഇനിയൊരു സ്കോപ്പിലേക്ക് പോകുന്ന ഒരു കാറ്റഗറിയാണ്. കാരണം നമുക്കിങ്ങനെ ഒരു 200 ബട്ടർഫ്ലൈസ് ഒക്കെ വന്നിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും അത് മോർണിംഗ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ ചിലതിലിങ്ങനെ ഇനീഷ്യലിയൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ടെങ്കിലും പിന്നെ ആ പേര് മാത്രമേ ഉള്ളൂ, അങ്ങനെ ബട്ടർഫ്ലൈസിന് അവിടെ കാണാറില്ല. അപ്പൊ അത് ശരിക്കും നമുക്ക് ഭയങ്കര എഫിഷ്യന്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ബട്ടർഫ്ലൈസ് എപ്പോഴും അവിടെ കാണും അല്ലെ. ബട്ടർഫ്ലൈ കാണും ചെയ്യും, പുതിയ പുതിയ വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈ ഇവോൾവ് ആവും. ലൈക്ക് നമ്മളൊക്കെ ചെയ്ത പ്രോജക്റ്റിൽ നമ്മൾ കണ്ടൊരു പോയിന്റ്, ഒരു 5 വർഷം കഴിഞ്ഞ് പോയി കാണുമ്പോൾ അന്ന് കണ്ട ബട്ടർഫ്ലൈസിന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു എക്കോസിസ്റ്റം, ഒരു നേച്ചർ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ ഉണ്ടല്ലോ സിബിനെ, ഇപ്പൊ നമ്മള് ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്ക് ഇപ്പൊ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പ്രോപ്പർട്ടി വാല്യൂവിനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പല വീടുകളും സെല് ചെയ്യാനൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള വീടുകൾക്ക് നല്ല എൻക്വയറി ആയിരിക്കും. അപ്പൊ അതെന്താ സിബിന്റെ അഭിപ്രായം? അത് ശരിക്കും യൂസ്ഫുൾ ആണോ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ? ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് ബിൽഡേഴ്സ് വിളിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവേണ്ടത് ഈ ലാൻഡ്സ്കേപ്പിന് ഭയങ്കരമായിട്ടൊരു ഓഡിയൻസ് പുള്ളി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത്.
വാല്യൂ എന്നുള്ള ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് വേഗം സെല്ലായി പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇനി വാല്യൂ എന്നൊരു ബേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോം ഓണർ വരുമ്പോൾ അവരുടെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ചക്ക, മാങ്ങ, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ഓൾറെഡി ഇത് വളർന്ന് വളരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർ അത്രയും ടൈം അവർക്കത് സേവ് ആവുക ചെയ്യുന്നത്. ഇപ്പോൾ പല ബിൽഡേഴ്സ് ആണെങ്കിലും ലാൻഡ് ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളെ കൊണ്ട് പ്രോപ്പറായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു വില്ല സെല് ചെയ്യുന്ന ടൈമിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ആയി കാണും. അപ്പോൾ ഒരു ഹോം ഓണേഴ്സ് വരുമ്പോൾ അവരെ നോക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്. കയറുന്ന ടൈമിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ അത് സെല്ലിലേക്ക് പോവുക. മാത്രമല്ല ഇപ്പൊ എല്ലാ ഫ്ലാറ്റുകളാണെങ്കിൽ പോലും ഈ ട്രോപ്പിക്കൽ കോൺസെപ്റ്റിലുള്ള ഫ്ലാറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് സെയിലിലേക്ക്, പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകള്, ഫ്ലാറ്റുകള്. അത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല നല്ല വർക്ക്സ് ചെയ്യുന്നൊക്കെ ക്ലയൻസ് അവെയർ ആയി. അപ്പൊ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോ ശരിക്കും യൂസ്ഫുൾ ആണ് അല്ലേ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരാള് ഒരു വീട് വെക്കുമ്പോൾ അയാൾക്ക് മസ്റ്റായിട്ട് ഉണ്ടാകേണ്ട 3 ലാൻഡ്സ്കേപ്പിംഗ് എലമെന്റ്സ് എന്തൊക്കെയാണ്? എലമെന്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഓഫ്കോഴ്സ് കോർട്ട്യാർഡ് ഈസ് എ വെരി മസ്റ്റ് തിങ്. ഞാൻ ഒരുപാട് വർക്കുകളിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് കോർട്ട്യാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും ബേർഡ് ബാത്തിനുള്ള ഒരു പ്രൊവിഷൻ വെക്കുകയാണെങ്കിൽ അവർക്ക് വന്ന് കുടിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുളിക്കാനോ ഉള്ളൊരു പ്രൊവിഷൻ എല്ലാ ക്ലയൻസും ചിന്തിക്കുകയാണെങ്കിൽ ലൈക്ക്. ആൻഡ് ഇത് എലമെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ പറയാൻ പറ്റുന്ന മീഡിയം ഇതാണ്. ഉറപ്പായിട്ട് ഇറിഗേഷനെ കുറിച്ച് ചിന്തിക്കുക. ലാൻഡ്സ്കേപ്പിൽ എല്ലാം ചിന്തിക്കുമ്പോൾ വേണ്ട, പിന്നീട് ചെയ്യാന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇറിഗേഷനും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുക. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് വെള്ളമാണ് കൈകൊണ്ട് നനച്ച് കളയുന്നത്. അത് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുക. വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇനി ഇമ്പോർട്ടന്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് വെള്ളം യൂസ് ചെയ്യാൻ ഇറിഗേഷൻ വേണം മസ്റ്റായിട്ട്. ഫ്ലവറിങ് ട്രീസ് ഇത് എലമെന്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിങ് ട്രീസ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ കാലം കഴിഞ്ഞ് ഒരുപാട് ടൈം കഴിയുമ്പോൾ മരം വളർന്ന് പൂവുണ്ടാകുന്ന കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. അത് ഒരുപാട് സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബൊഗെയിൻവില്ലയൊക്കെ പോലെ ഇപ്പൊ തബൂബിയ നമ്മള് ബാംഗ്ലൂര് വളരെ ഫേമസ് ആയിട്ടുള്ള ചെറി ബ്ലോസം. അപ്പൊ ആ മരമൊക്കെ ഇവിടെ കൊച്ചിയില് ഈ പ്രാവശ്യം ചെറി ബ്ലോസം ഒക്കെ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോ ഉണ്ടാകുന്ന ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇഫ് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫ്ലവറിങ് മരങ്ങളോ നേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മരങ്ങളൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. സിബിനെ ഇപ്പൊ ഒരുപാട് സന്തോഷം. നമ്മൾ ശരിക്കും പരിചയപ്പെട്ട കാലം തൊട്ട് നമ്മളിത് വ്ളോഗ് ചെയ്യണം, സിബിന്റെ വർക്ക്സ് ഒക്കെ കാണിക്കണം എന്ന് ഒത്തിരി നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട്. സിബിൻ ശരിക്കും പറഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് സിബിന് ഈ ഒരു കാര്യത്തിലാണെങ്കിലും. ഇപ്പം സിബിൻ സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അറിയാം അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളാണ് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടിട്ടാണെങ്കിലും ഇനി പലരും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും അവരിങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആർക്കിടെക്ചറെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള ആ ഒരു തീം തന്നെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഇതിൽ ഉദ്ദേശിച്ചത്. എൻ്റെ കുറച്ച് പരിമിതമായ അറിവുകൾ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ റെഡിയാക്കിയത്. ഞാൻ ഇതിനു വേണ്ടി കുറച്ച് റെഫറൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. പക്ഷേ ഇത് വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്, എനിക്കറിയാതെ. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് സിബിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വെരി സൂൺ നമുക്കൊരു വ്ളോഗും ആയിട്ട് ഇരിക്കാം. അപ്പം അതിൽ നിങ്ങളുടെ വർക്കും കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഇതിൽ പറയാത്ത കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു. ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ പറയണ്ടെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും പറയാൻ പറ്റുന്ന പോലെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വെരി താങ്ക് യു മാം ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നതിൽ ഇതിനെക്കുറിച്ച്. കാരണം ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെ ബൂസ്റ്റ് ചെയ്താലാണ് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് എഫേർട്ട്. ഉറപ്പായിട്ടും ഇതുപോലെ ഇനിയും വീഡിയോസ് വരട്ടെ. ഉറപ്പായിട്ടും നമുക്ക് ബ്ലോഗിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്.